ഹായ്, എവർക്കും സഗാരിയ റൈസ് പ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇപ്പോൾ +2 സയൻസ് പഠിച്ച കുട്ടികളാണെങ്കിൽ അറിയാം, അവരെല്ലാവരും കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് അല്ലെങ്കിൽ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ PSCയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഇലക്ട്രോ ഡൈനാമിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആരാണ്, ചാർജിൻ്റെ ഫ്ലോയാണ്. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിലേക്ക് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചാർജ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് അക്രോസ് എനി സെക്ഷൻ ഓഫ് വയർ പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ അളവിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. ഒരിക്കൽ കൂടെ, യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ കണ്ടക്ടറിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് നിങ്ങൾ ആദ്യം അറിയുക. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമുള്ള വസ്തുക്കളെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണെങ്കിൽ അതിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്നും, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എങ്കിൽ നമ്മൾ അതിനെ ഇൻസുലേറ്റേഴ്സ് എന്നും പറയും. അപ്പൊ കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. കണ്ടക്ടേഴ്സിനെ നമ്മൾ ചാലകങ്ങൾ എന്ന് പറയും, സെമി കണ്ടക്ടേഴ്സിന് അർദ്ധചാലകങ്ങൾ പറയും. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഒരു കണ്ടക്ടേഴ്സ് ഞാൻ പരിഗണിക്കുന്നു. ഈ കണ്ടക്ടേഴ്സിൽ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഇങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നു, തോന്നുന്ന ഓർഡറിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഒരു കണ്ടക്ടറിനെ, ഒരു ഇരുമ്പ് കമ്പിയെ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് എന്തടിക്കാറില്ല? കറണ്ട് അടിക്കാറില്ല, അല്ലെങ്കിൽ ഷോക്ക് അടിക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താകുന്നു? പൂജ്യമാകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പറയുക: യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ എമൗണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. Electric current is defined as the amount of charge flowing across any section of wire per unit time. ശ്രദ്ധിക്കുക, കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ I ആണ്. I ആണ് കറണ്ടിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കറണ്ട് കണ്ടുപിടിക്കുന്നത് ΔQ/ΔT എന്നാണ്. ഡെൽറ്റ എന്ന് പറയുന്ന ഈ സിമ്പൽ സൂചിപ്പിക്കുന്നത് വ്യത്യാസത്തെയാണ്, ചേഞ്ചിനെയാണ്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിനെയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ എമൗണ്ട് ΔQ എന്ന് പറയുന്ന ചാർജിനെ ΔT കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ പേരാണ് ഇലക്ട്രിക് കറണ്ട്. എന്ന് പറഞ്ഞാൽ I ഈക്വൽ ടു, ഇക്വേഷൻ ഏതാണ്? I ഈക്വൽ ടു ΔQ ഡിവൈഡഡ് ബൈ ΔT. ΔQ ആണ് ചാർജിന്റെ അളവ്, ΔT ആണ് സമയം. അപ്പൊ ചാർജിന്റെ അളവും സമയവും തന്നിരുന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എക്സാമിന് ചാർജ് തരും, അതുപോലെ തന്നെ ടൈമും തരും. അപ്പോൾ ചാർജ് ബൈ ടൈം എടുത്താൽ നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും? ഇലക്ട്രിക് കറണ്ട് കിട്ടും. ഇനി ചില ചോദ്യപേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ΔQ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ΔQ എന്ന് പറഞ്ഞാൽ NE ആണ്. വാട്ട് ഈസ് N? N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് N എന്ന് പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കുക, ഈ E എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻⁹ കൂളോംബ് ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ എണ്ണവും തന്നിരുന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ടോട്ടൽ ചാർജിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ പേരാണ് എന്ത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കുക, അപ്പോൾ I ഈസ് ഈക്വൽ ടു ΔQ/T ആണ്. അതുപോലെ ΔQ കണ്ടുപിടിക്കാനുള്ള ഫോർമുല NE ആണ്. ആ Nന് വിളിക്കുന്ന പേര് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അഥവാ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്നാണ്. ഈ ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻⁹ ആണ്. അപ്പോൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I ഈസ് ഈക്വൽ ടു, നമുക്ക് ΔQ/ΔT എങ്ങനെ എഴുതാം? I ഈസ് ഈക്വൽ ടു NE ബൈ എന്തെന്ന് എഴുതാം? T എന്ന് എഴുതാം.
എക്സാമിന് പ്രോബ്ലം വരാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണിന്റെ ചാർജ്, സമയം, ഇത്രയും തന്നിട്ട് ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറയാം. ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് I is equal to Q/T അല്ലെങ്കിൽ I is equal to NE/T. ഇത്രയും കാര്യമാണ് ഇലക്ട്രിക് കറണ്ടിൽ ശ്രദ്ധിക്കാനുള്ളത്. വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട് എന്ന് പഠിക്കുക. ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിക്കുക. രണ്ട് ഇക്വേഷൻ ഉണ്ട്. I is equal to Q/T യും I is equal to NE/T. ഇനി നേരെ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റിലേക്ക് വരിക. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് കോൾഡ് ആംപിയർ. ആംപിയർ ആണ് ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇക്വേഷനെ ബേസ് ചെയ്ത് I is equal to Q/T ആണ് ഇക്വേഷൻ. അപ്പൊ അതിനെ ഇക്വേഷനെ ബേസ് ചെയ്ത് എഴുതുമ്പോൾ I is equal to Q/T, അതിൽ Q എന്ന് പറഞ്ഞ ചാർജ് ആണ്. ചാർജിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൂളോം ആണ്. അപ്പൊ കൂളോമിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ C ആണ്, ബൈ ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നത് സെക്കൻഡ് ആണ്. അപ്പൊ കൂളോം ബൈ സെക്കൻഡ് ആണ് കറണ്ടിന്റെ യൂണിറ്റ്. കൂളോം ബൈ സെക്കൻഡ് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഏതെന്ന് എടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയുക? ആംപിയർ പറയുക. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് കൂളോം ബൈ സെക്കൻഡ്. കൂളോം ബൈ സെക്കൻഡും കറണ്ടിന്റെ യൂണിറ്റ് ആണ്, ആംപിയറും കറണ്ടിന്റെ യൂണിറ്റ് ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇത്തരം ക്വാണ്ടിറ്റികൾക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ എന്തില്ല? ഡയറക്ഷൻ ഇല്ല. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഇല്ല. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതും ഡയറക്ഷൻ ഇല്ലാത്തതുമായ ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എന്തില്ല? ഡയറക്ഷൻ ഇല്ല. എന്നാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, വെക്ടറിന്റെ നിയമങ്ങൾ അനുസരിക്കണം എങ്കിൽ അത്തരം ക്വാണ്ടിറ്റീസിന് നമ്മൾ വിളിക്കുന്ന പേര് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നാണ്. അപ്പൊ എന്താ വെക്ടർ ക്വാണ്ടിറ്റീസ്? വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ പ്രത്യേകത അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ അത് എന്ത് ഒബേ ചെയ്യും? വെക്ടറിന്റെ നിയമങ്ങൾ ഒബേ ചെയ്യും. എന്തുവാ ഈ വെക്ടറിന്റെ നിയമങ്ങൾ? പ്രധാനമായിട്ടും വെക്ടറുമായി ബന്ധപ്പെടുത്തി രണ്ട് നിയമങ്ങളാണുള്ളത്. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷനും, രണ്ട് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോർമലി ഒരാള് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. 10 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്തു. അതുപോലെ ഇങ്ങോട്ടേക്ക് വീണ്ടും ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്തു. ഇത് എവിടെ ആക്ട് ചെയ്തത്? ഒരു മേശയിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു മേശയിലേക്ക് ഞാൻ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു, അതേ ഡയറക്ഷനിൽ തന്നെ ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. എങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എത്രയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 15 ന്യൂട്ടൺ ഇങ്ങോട്ടാണ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സ്, 5 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ഈ വെക്ടർ ക്വാണ്ടിറ്റികൾ ഒരേ ദിശയിൽ വന്നാൽ കൂട്ടിയിട്ട് അതേ ഡയറക്ഷൻ കൊടുക്കുക. ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചേ, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിലേക്ക് ഞാൻ 10 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. എങ്കിൽ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 10 ന്യൂട്ടണിൽ നിന്ന് 5 ന്യൂട്ടൺ കുറയ്ക്കണം, എന്നിട്ട് ആ വലുതിന്റെ ഡയറക്ഷൻ ഏതാണോ അതേ ഡയറക്ഷൻ കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഉത്തരം 5 ന്യൂട്ടൺ എന്നാണ്. 5 ന്യൂട്ടൺ. ഓക്കെ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ കൂട്ടിയിട്ട് അതേ ഡയറക്ഷൻ കൊടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ഡയറക്ഷൻ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ വെക്ടറുകൾ കൂട്ടുന്നത്. ഇനി നിങ്ങൾ ചിന്തിച്ചേ, ഇങ്ങനെ അല്ല വന്നത്. ഒരു വസ്തുവില് 7 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടും 5 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടും ആക്ട് ചെയ്യപ്പെട്ടു എങ്കിൽ ഇതിന്റെ ടോട്ടൽ ഫോഴ്സ് എത്ര എന്ന് ചോദിച്ചു. 7 ന്യൂട്ടൺ ഫോഴ്സും 5 ന്യൂട്ടൺ ഇങ്ങനെ ആക്ട് ചെയ്യപ്പെട്ടാൽ ടോട്ടൽ ഫോഴ്സ് എത്ര? അപ്പൊ രണ്ട് ഡയറക്ഷൻ ആണ്, കൂടാതെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ആംഗിൾ വരുന്നുണ്ട്, തീറ്റ. അപ്പൊ ഇത് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെക്ടർ കൂട്ടാനായിട്ട് രണ്ട് നിയമങ്ങൾ കൊണ്ടുവരും. ആ നിയമത്തെയാണ് ട്രയാങ്കിൾ ലോയും പാരലലോഗ്രാം ലോയും എന്നറിയപ്പെടുന്നത്. അപ്പൊ വെക്ടർ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന നിയമങ്ങളാണ് ട്രയാങ്കിൾ ലോയും അതുപോലെ ഏതും പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഇത് കറണ്ട് എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ലോ എന്ത് ചെയ്യാറില്ല? ഒബേ ചെയ്യാറില്ല. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ ഏത് ക്വാണ്ടിറ്റി ആയിട്ട് പരിഗണിക്കുന്നു? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ട് പരിഗണിക്കുന്നു. അപ്പൊ ഇലക്ട്രിക് കറണ്ട് എന്തുകൊണ്ടാണ് സ്കെയിലാർ ആയത്? അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിന് ഡയറക്ഷൻ ഉണ്ട്, പക്ഷേ അതെന്ത് ഒബേ ചെയ്യുന്നില്ല? ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ടിനെ എന്തായിട്ട് പരിഗണിക്കുന്നു? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ട് പരിഗണിക്കുന്നു. ഇപ്പൊ വെക്ടർ എന്താണെന്ന് മനസ്സിലായി, സ്കെയിലാർ എന്താണെന്ന് മനസ്സിലായി.
ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ പോകുന്നത് കറണ്ട് ഡെൻസിറ്റിയിലേക്കാണ്. കറണ്ട് ഡെൻസിറ്റി എന്താന്ന് ചോദിച്ചാൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. കറണ്ട് ഡെൻസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്, കറണ്ട് ഡെൻസിറ്റിനെ സൂചിപ്പിക്കുന്നത് ജെ ആണ്. ജെ ആണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ കറണ്ടിനെ സൂചിപ്പിക്കുന്നത് ഐ ആണ്, കറണ്ട് ഡെൻസിറ്റിയെ സൂചിപ്പിക്കുന്നത് ജെ ആണ്. കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഐ ബൈ എ. വാട്ട് ഈസ് ഐ? ഐ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്, എ എന്ന് പറയുന്നത് ഏരിയയാണ്. അപ്പൊ കറണ്ടിനെ ഏരിയ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് കറണ്ട് ഡെൻസിറ്റി ആണ്. ഈ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. കറണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് സ്കെയിലാർ ആയിരുന്നു, എന്നാൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പഠിക്കുക. ഇനി നോക്കുക, ഇനി നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കണ്ടക്ടർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. കണ്ടക്ടേഴ്സിൽ കുറെ എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്? റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നു. അവർക്ക് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ടോട്ടൽ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഉത്തരം 0 ആണ്. എന്തുകൊണ്ടാ? ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് 0 ആണ് ആൻസർ കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു കണ്ടക്ടേഴ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഫീൽഡ് കൊടുക്കാനാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്? ബാറ്ററി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു ബാറ്ററി ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്താൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന യുവമാർ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും? റാൻഡം ആയിട്ട് മൂവ് ചെയ്ത ഇലക്ട്രോൺസ് എല്ലാം പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക്, ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ദാ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രോൺസുകൾ സെല്ലിന്റെ, ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓരോ ഇലക്ട്രോൺസിന് കിട്ടും വെലോസിറ്റി. നേരത്തെയും വെലോസിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ആവറേജ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? 0 ആണ് കിട്ടിയത്. അങ്ങനെയുള്ള ഒരു കണ്ടക്ടേഴ്സിനെ ഒരു ബാറ്ററിയുമായിട്ട്, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് ഓരോ ഇലക്ട്രോൺസിനും ഇപ്പൊ എന്ത് കിട്ടി? ആ വെലോസിറ്റി കിട്ടി. അങ്ങനെ കിട്ടുന്ന ഈ ഒരേ ഡയറക്ഷനിൽ പോകുന്ന വെലോസിറ്റികൾ, ഈ വെലോസിറ്റികളുടെ ആവറേജ് എടുത്താൽ എനിക്ക് കിട്ടുന്നതിന്റെ പേരാണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. അപ്പൊ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ദ ആവറേജ് യൂണിഫോം വെലോസിറ്റി അക്വേർഡ് ബൈ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഇൻസൈഡ് എ മെറ്റാലിക് കണ്ടക്ടർ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. പുറമേ നിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസിന് കിട്ടുന്ന വെലോസിറ്റികളുടെ ആവറേജിന് വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VD എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. വി ഇട്ടിട്ട് താഴെ സഫിക്സ് ആയിട്ട് ഡി ഇടുമ്പോൾ അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് മാറും. അപ്പൊ എന്തുവാ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസിന് കിട്ടുന്ന വെലോസിറ്റികളുടെ ആവറേജിന് വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ദ ആവറേജ് യൂണിഫോം വെലോസിറ്റി അക്വേർഡ് ബൈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഇൻസൈഡ് എ മെറ്റാലിക് കണ്ടക്ടർ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡിനോട്ട് ചെയ്യുന്ന സിമ്പല് VD ആണ് എന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് -EE ടോ ഡിവൈഡഡ് ബൈ m. ഈ ഒരു സിമ്പലിനെ നിങ്ങൾ ടോ എന്ന് വായിക്കുക. എന്താ ടോ എന്ന് ഞാൻ പിന്നെ പറയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല -EE ടോ ഡിവൈഡഡ് ബൈ m. ഓരോന്നും നോക്കുക. ഈ ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, 1.6 × 10⁻⁻⁹ കൂളോംബ് ആണ്. ഇനി ക്യാപിറ്റൽ E ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ക്യാപിറ്റൽ D ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് പഠിക്കുക. ക്യാപിറ്റൽ D ആണ് ഇലക്ട്രിക് ഫീൽഡ്.
ഇനി ശ്രദ്ധിക്കുക, ഈ ടോ പുതിയൊരു ടേമാണ് ടോ എന്ന് സിമ്പൽ. ഈ ഒരു സിമ്പലിന്റെ പേര് ടോ എന്നാണ്. ടോ ഡിനോട്ട് ചെയ്യുന്നത് റിലാക്സേഷൻ ടൈമിനെയാണ്. എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് ചോദിച്ചാൽ, റിലാക്സേഷൻ ടൈം ഈസ് ദ ആവറേജ് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ദ സക്സസീവ് കൊളിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസും ആ കണ്ടക്ടേഴ്സിലെ അയോൺസുകളൊക്കെ തമ്മിൽ കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇടിക്കുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ആ കൂട്ടിമുട്ടലുകളുടെ ആവറേജ്, ടൈമിന്റെ ആവറേജ്, അതിന് വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. എന്താണ് ആ ഒരു വാചകം മാത്രം പഠിക്കുക. റിലാക്സേഷൻ ടൈം ഈസ് ദ ആവറേജ് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻ ഓഫ് ഇലക്ട്രോൺ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് -EE ടോ ഡിവൈഡഡ് ബൈ m ആണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്? നമ്മൾ കൊടുക്കുന്ന, അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വെലോസിറ്റി ഉണ്ടായത്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കൊടുത്തത്. m ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ മാസിനെയാണ്. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇലക്ട്രോണിന്റെ ചാർജ്, ഇലക്ട്രിക് ഫീൽഡ്, റിലാക്സേഷൻ ടൈം, അതുപോലെ മാസ്. ഇനി ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി എക്സാമിന് ചോദിക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണത്തില്ല. കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ എന്ത് സംഭവിക്കും? കൂടുതൽ എമൗണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ കൂടുതൽ എമൗണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ ഇക്വേഷൻ പഠിക്കുക. ഇക്വേഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് മാറ്റം വരുത്തുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യുമെന്ന് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസിന് കിട്ടുന്ന വെലോസിറ്റികളുടെ ആവറേജിന് വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് -EE ടോ ഡിവൈഡഡ് ബൈ m. അതിലൊരു പുതിയ ലെറ്റർ വരും, അതിന്റെ പേര് ടോ എന്നാണ്. വാട്ട് ഈസ് ടോ? ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം ആണ്. എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന് വരുന്ന ഏത് മാറ്റവും ആരെ അഫക്റ്റ് ചെയ്യുന്നതാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ബാധിക്കുന്നതാണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പോകുന്നത് പുതിയൊരു കാര്യത്തിലേക്കാണ്. അതിൻ്റെ പേരാണ് മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറയും. മൊബിലിറ്റീനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ ആണ്. ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾ മ്യൂ എന്ന് വായിക്കുക. ഇതാണ് മൊബിലിറ്റി. അപ്പൊ മൊബിലിറ്റി എന്താന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പഠിച്ച ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തിനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടാനായിട്ട്. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറയുന്നതിന്റെ പേരാണ് മൊബിലിറ്റി. അപ്പൊ മൊബിലിറ്റി എന്താന്ന് ചോദിച്ചാൽ, ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് മൊബിലിറ്റി. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് മൊബിലിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് മൊബിലിറ്റി എന്ന് പഠിക്കുക. മൊബിലിറ്റിനെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് μ=VD ഡിവൈഡഡ് ബൈ E എന്ന് പറഞ്ഞ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇതിലെ നമ്മൾ നേരത്തെ പറഞ്ഞു, എ ഡിനോട്ട് ചെയ്യുന്നത് ഏരിയനാണ്, VD ഡിനോട്ട് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്, E ഡിനോട്ട് ചെയ്യുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്, N ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. ഈ കാണുന്ന ഭാഗം μ=VD ബൈ E. അതുപോലെ തന്നെ SI യൂണിറ്റ് ഏതാണ്? ഇതൊക്കെ തന്നെ നമ്മുടെ +2 ടെക്സ്റ്റിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന +2വിന്റെ ഒരു പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവരും എന്ത് ചെയ്യുക, ഈ സ്ക്രീൻഷോട്ട് നോക്കുക. ഇതിലിതാ ഈ മ്യൂവിന് വിളിക്കുന്ന പേരാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൊബിലിറ്റി. അത് കണ്ടുപിടിക്കുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്. ഏതാണ്? EE ടോ ഡിവൈഡഡ് ബൈ m എന്ന് പറയുന്നു. ഇപ്പൊ VD എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ μ=VD ഡിവൈഡഡ് ബൈ E ആണ്. VD ഡിനോട്ട് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണെന്നും E ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല കൊടുക്കുക, ഡിവൈഡഡ് ബൈ E ചെയ്യുക. ഒരിക്കൽ കൂടെ നോക്കുക. അതായത് μ= ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ -EE ടോ ഡിവൈഡഡ് ബൈ m ആണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡിന്റെ E വരും. ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസൽ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസൽ ചെയ്താൽ ബാക്കി കിട്ടുന്നത് -E ടോ ഡിവൈഡഡ് ബൈ m ആണ്.
ഇനി ഞാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നു, ഡയറക്ഷൻ ഞാൻ പരിഗണിക്കുന്നില്ല. ഡയറക്ഷൻ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈന് പ്രാധാന്യമില്ലെന്നാണ് അർത്ഥം. അപ്പൊ നെഗറ്റീവ് സൈൻ കൊടുക്കാതിരുന്നാൽ നമുക്ക് എഴുതാം mu ഈക്വൽ ടു എന്തെന്ന് എഴുതാം, mu ഈക്വൽ ടു ഇ ടോ ഡിവൈഡഡ് ബൈ എം എന്ന് എഴുതാം. അതാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇ ടോ ഡിവൈഡഡ് ബൈ എം ആണ് മൊബിലിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ഇ ടോ ഡിവൈഡഡ് ബൈ എന്ത്, എം. മറന്നുപോകരുത്. ഇതിലെ ടോയുടെ പേര് എന്ത് തന്നെയാണ്, നേരത്തെ പഠിച്ച റിലാക്സേഷൻ ടൈം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വെയർ ടോ ഈസ് ദ ആവറേജ് കൊളിഷൻ ടൈം ഫോർ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് കൂട്ടിമുട്ടാനായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ അയോൺസുകൾ കൂട്ടിമുട്ടാനായിട്ട് എടുക്കുന്ന സമയത്തിന്റെ ആവറേജിന് വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഏത്, ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്ന് റീവൈൻഡ് ചെയ്യാം. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പഠിച്ചു. ഇലക്ട്രിക് കറണ്ടിന് ശേഷം നമ്മൾ പഠിച്ചത് അതിന്റെ ഇക്വേഷൻ പഠിച്ചു. ആ ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രോബ്ലം ചോദിക്കാം. അതുപോലെ കറണ്ട് എന്തുകൊണ്ട് സ്കെയിലാർ ആയെന്ന് ഞാൻ പഠിപ്പിച്ചു. അതുപോലെ ഏതാണ് പ്രധാനപ്പെട്ട വെക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ നേരെ കറണ്ട് ഡെൻസിറ്റിയിലേക്ക് പോയി. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ആണെന്ന് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ പോയത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലേക്കാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നിങ്ങൾക്ക് അറിയാം. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ മാത്രം ഇലക്ട്രോൺസിന് കിട്ടുന്ന വെലോസിറ്റിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിപ്പിച്ചു. അതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് മൈനസ് ഇ ടോ ഡിവൈഡഡ് ബൈ എം. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നത്. അതിൽ പുതിയൊരു ടേം പഠിച്ചു. അതിന്റെ പേരാണ് ടോ. അതിനെ നമ്മൾ പറയുന്നത് റിലാക്സേഷൻ ടൈം എന്നാണ്. എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺസും അയോൺസുകളും കൂട്ടിയിടിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ ആവറേജിന് വിളിക്കുന്ന പേരാണ് എന്ത്, റിലാക്സേഷൻ ടൈം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന +2 പാഠഭാഗത്തിലുണ്ട് എന്ന് പഠിച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു വാക്കാണ് മൊബിലിറ്റി. മൊബിലിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ ആണ്. ആ മൊബിലിറ്റി എന്താന്ന് പഠിച്ചു, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. അപ്പൊ PSC എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ഡാഷ്. ഉത്തരം മൊബിലിറ്റി എന്നാണ്, മറക്കരുത്. മൊബിലിറ്റിയുടെ ഇക്വേഷനിലേക്ക് പോയി. മൊബിലിറ്റിയുടെ ഇക്വേഷൻ ആണ് ഏത്, VD ബൈ ഇ, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ ആയിട്ട് പറഞ്ഞത് ഇ ടോ ഡിവൈഡഡ് ബൈ എം ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചത് മൊബിലിറ്റിക്ക് എന്തുണ്ട്, യൂണിറ്റ് ഉണ്ട്. അത് ഇവിടെ ഒന്ന് നോക്കുക, മീറ്റർ സ്ക്വയർ ബൈ VS ആണ് എന്ന് പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഇതുവരെ നമ്മൾ പറഞ്ഞ ഓരോ ലെറ്റേഴ്സിനെ കുറിച്ചും പറഞ്ഞു. എ എന്താണ്, VD എന്താണ്, ഇ എന്താണ്, N എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട ടേമുകൾ. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓംസ് ലോ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, കടക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഓംസ് ലോ. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓംസ് ലോ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടാണ്, വോൾട്ടേജും അതുപോലെ തന്നെ കറണ്ടും. ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് ഉണ്ട്. എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്? കറണ്ടിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് വോൾട്ടേജ് എന്താണ്, അല്ലെങ്കിൽ വോൾട്ടേജിന്റെ വേറൊരു പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. വോൾട്ടേജിന്റെ വേറൊരു വാക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അതുപോലെ വരുന്നൊരു വാക്കാണ് EMF. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു വാക്കാണ് EMF എന്ന് പറയുന്നത്. EMF എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് അതിന്റെ മീനിങ്. EMFന്റെ മീനിങ് എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു സെല്ല് കൺസിഡർ ചെയ്യുന്നു. ആ സെല്ലിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്തായിട്ട് ആരുണ്ട്, ഇലക്ട്രോലൈറ്റ് കാണും. കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചതാണ്, ഒരു ബാറ്ററിക്കുള്ളിൽ ഇലക്ട്രോലൈറ്റുകൾ കാണും. ഈ ഇലക്ട്രോലൈറ്റുകൾക്ക് അകത്തേക്ക് നമ്മൾ 2 ഇലക്ട്രോഡുകളെ പ്ലേസ് ചെയ്യും. ആദ്യത്തതിന്റെ പേര് ആനോഡ് എന്നും രണ്ടാമത്തതിന്റെ പേര് കാഥോഡ് എന്നുമാണ്. അപ്പൊ ആനോഡും കൺസിഡർ ചെയ്യുക, കാഥോഡും കൺസിഡർ ചെയ്യുക. ഇനി ശ്രദ്ധിച്ചേ, ഈ ആനോഡും
കാഥോഡുകൾക്കും ഇടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, EMF ആയിട്ട് പറയുന്നത്. അപ്പൊ EMF എന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. അത് ആനോഡിനും കാഥോഡിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഇനി ഒരു സെല്ല്, ഒരു ബാറ്ററി സർക്യൂട്ടിൽ കണക്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് അതിനെന്തുള്ളത്, EMF ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ നിന്ന് ഒരു 3 വോൾട്ട് ബാറ്ററി നമ്മൾ വാങ്ങി എന്ന് പറഞ്ഞാൽ ആ 3 വോൾട്ട് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്, EMF അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെയാണ്. ഇനി ഇതേ ബാറ്ററി നമ്മളെടുത്തൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നു. ഇതേ 3 വോൾട്ട് ബാറ്ററിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റെസിസ്റ്റർ എടുത്തു, അതിനെ ഞാൻ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഈ സെല്ല് ഇവിടെ നിന്ന് 3 വോൾട്ട് കൊടുക്കും. ആ 3 വോൾട്ട് ഈ റെസിസ്റ്ററിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, സെല്ലിനുള്ളത് 3 വോൾട്ട് EMF ആണ്. ഈ 3 വോൾട്ട് EMFനെ റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് 2 പോയിന്റ് എടുത്ത് നോക്കിയാലും ആ പോയിന്റുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട്. ആ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ആനോഡും കാഥോഡും അല്ലെങ്കിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ, പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അങ്ങനെ അത് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, EMF എന്ന് പറയും. അപ്പൊ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് വോൾട്ടേജും കണക്ട് ചെയ്തില്ലെങ്കിൽ കിട്ടുന്നത് EMF ആണെന്ന് പഠിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ആരെക്കുറിച്ചാണ്, ഇവിടെ നമ്മൾ പറയുന്നത് വോൾട്ടേജിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു സർക്യൂട്ടില് എന്തുണ്ടാകുന്നു, ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ആ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്, ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജിന് V പ്രപ്പോർഷണൽ ടു I എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോ ഇതാണ് പറഞ്ഞത്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ a conductor is directly proportional to potential difference. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു ചാലകത്തിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ അളവ് എന്ന് പറയുന്നത് വോൾട്ടേജിന് നേരനുപാതത്തിലാണ്. ദാറ്റ് ഈസ് V പ്രപ്പോർഷണൽ ടു ഏതാണ്, I ആണ്. V പ്രപ്പോർഷണൽ ടു I ആണ്. ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് R. ആറിന് വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പോൾ വാട്ട് ഈസ് ആർ? ആർ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്, റെസിസ്റ്റൻസിനെയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഓംസ് ലോ സാധ്യമാകണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഓംസ് ലോ സാധ്യമാകണമെങ്കിൽ താപനില അഥവാ ടെമ്പറേച്ചർ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ എക്സാമിന് ചോദിക്കാം, ഓംസ് ലോ ആരൊക്കെ തമ്മിലുള്ള ബന്ധത്തെയാണ് പറഞ്ഞത്? ഓംസ് ലോ പറയുന്നത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധത്തെയാണ്. ഏതാണ് ആ ബന്ധം? V is equal to IR അല്ലെങ്കിൽ V is equal to RI. വാട്ട് ഈസ് R? വാട്ട് ഈസ് R? ആറിന് വിളിക്കുന്ന പേരാണ് എന്ത്, റെസിസ്റ്റൻസ്. ഇപ്പൊ ശ്രദ്ധിക്കുക, പ്രോബ്ലം പാർട്ടിലെ ഓംസ് ലോയുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിൽ ഈ ഒരു ട്രയാങ്കിൾ കൊണ്ടുവരിക. ഈ ത്രികോണത്തിൽ ഇവിടെ നിങ്ങൾ V മാർക്ക് ചെയ്യുക, ഇവിടെ നിങ്ങൾ I മാർക്ക് ചെയ്യുക, ഇവിടെ നിങ്ങൾ R മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടുത്തെ ഈ V ഡിനോട്ട് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്, I ഡിനോട്ട് ചെയ്യുന്നത് കറണ്ടിനെയാണ്, R ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്, റെസിസ്റ്റൻസിനെയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ വോൾട്ടേജ് ഉള്ള ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് മറയ്ക്കുക. വോൾട്ടേജ് മറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് IR അല്ലേ? അപ്പൊ V is equal to നമുക്ക് എന്തെന്ന് പറയാം, V is equal to IR എന്നൊരു ഇക്വേഷൻ എഴുതാം. അതുപോലെ ശ്രദ്ധിച്ചേ, I ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ I മറയ്ക്കുക. I മറയ്ക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് V/R ആണ്. അപ്പൊ I is equal to നമുക്ക് എന്ത് പറയാം, I is equal to V/R എന്ന് പറയാം. ഇനി ശ്രദ്ധിക്കുക, R ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ R മറയ്ക്കുക. R മറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ R is equal to എന്താണ്, R is equal to V/I ആണ്. അപ്പൊ നോക്കൂ, ഓംസ് ലോയുമായി ബന്ധപ്പെടുത്തി 3 ഇക്വേഷൻ ഉണ്ട്. എക്സാമിന് കുറെ ഇക്വേഷൻസ് തന്നിട്ട് ഇത് ഏതാണ് ഓംസ് ലോയുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് ചോദിക്കാം. അപ്പൊ V is equal to RI മാത്രമല്ല, I is equal to V/R എഴുതാം. അതുപോലെ R is equal to എന്ത് എഴുതാം, V/I എഴുതാം. അപ്പൊ ഇത്രയും കാര്യം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, വോൾട്ടേജും കറണ്ടും ഏതാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം, കറണ്ടും വോൾട്ടേജും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസും
വോൾട്ടേജും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേരനുപാതത്തിലാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട 3 ഇക്വേഷനുകൾ ഓംസ് ലായിൽ വരുമെന്ന് പഠിക്കുക. ഓംസ് ലാ എന്ന് പറയുന്നത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ എന്താണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്രപ്പോർഷണാലിറ്റി അനുപാതത്തെ കുറിച്ച് പറഞ്ഞ നിയമത്തെയാണ് ഓംസ് ലാ എന്നറിയപ്പെടുന്നത്. കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് V=RI. അതിൽ V ഡിനോട്ട് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്, R ഡിനോട്ട് ചെയ്യുന്നത് റെസിസ്റ്റൻസിനെയാണ്, I ഡിനോട്ട് ചെയ്യുന്നത് കറണ്ടിനെയാണ്. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു കണ്ടക്ടറിൽ കൂടെ അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിൽ കൂടെ ക്വസ്റ്റ്യനിൽ പറയുന്നു, ഒരു റെസിസ്റ്ററിൽ കൂടെ 100 വോൾട്ട് പൊട്ടൻഷ്യൽ കടന്നു പോകുന്നു. ആ റെസിസ്റ്ററിന്റെ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 ഓം ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ റെസിസ്റ്റൻസ് എന്താണെന്നും റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം എന്താണെന്നും നമ്മൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുന്നതാണ്. ഇപ്പൊ തൽക്കാലം പഠിക്കുക. ഓംസ് ലായിൽ വരുന്ന ഒരു കോൺസ്റ്റന്റിനെയാണ് ഞാൻ എന്തായിട്ട് പറയുന്നത്? റെസിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 100 വോൾട്ട് പൊട്ടൻഷ്യൽ 50 ഓം റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്നു എങ്കിൽ ഇവിടത്തെ കറണ്ടിന്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയും. അപ്പൊ ഇലക്ട്രിക് കറണ്ടിന്റെ ഇക്വേഷൻ ഏതാണ്? I ആണ്. I കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. ഏതാണ്? I V/R ആണ്. എങ്കിൽ പറയൂ, I Vക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം? Vക്ക് പകരം നമുക്ക് 100 കൊടുക്കാം, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എത്രയാ? 50 ആണ്. ക്യാൻസൽ ചെയ്യാം. 10/5 എന്ന് പറയുന്നത് 10/5 എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 2 വരും. അപ്പൊ കറണ്ടിന്റെ യൂണിറ്റ് ആംബെയർ ആയതുകൊണ്ട് ആൻസർ 2 ആംബെയർ. അതായത് 100 വോൾട്ട് പൊട്ടൻഷ്യൽ 50 ഓം പ്രതിരോധത്തിലൂടെ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കിട്ടുന്ന ഇലക്ട്രിക് കറണ്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ആംബിയർ ആണ്? 2 ആംബിയർ ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഓംസ് ലായുമായി ബന്ധപ്പെടുത്തി ഒറ്റ ഇക്വേഷൻ പഠിക്കുക. V= എന്താണ്? RI അല്ലെങ്കിൽ I V/R അല്ലെങ്കിൽ R V/I. ഇനി ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാലും അതുപോലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും എന്ത് ക്വാണ്ടിറ്റീസ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇപ്പൊ സ്കെയിലാർ ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇവിടെ എന്ത് എക്സ്പ്ലെയിൻ ചെയ്തത്? ഓംസ് ലാ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഓംസ് ലായ്ക്ക് ഒരു വെക്റ്റർ ഫോർമാറ്റ് ഉണ്ട്. ആ വെക്റ്റർ ഫോർമാറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക. ഓംസ് ലായുടെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് J=σE ആണ്. J=σE ആണ് ഓംസ് ലായുടെ വെക്റ്റർ ഫോം. ഇതിൽ നിങ്ങൾക്ക് 2 ലെറ്ററിനെ കുറിച്ച് അറിയാവും. വാട്ട് ഈസ് J എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതാണ്. വാട്ട് ഈസ് J? J എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ആണ്. Jക്ക് വിളിക്കുന്ന പേര് കറണ്ട് ഡെൻസിറ്റി എന്നാണ്. Eക്ക് വിളിക്കുന്ന പേര് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. അപ്പൊ J=σEയിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു ലെറ്റർ ആണ് സിഗ്മ. ഇതെന്താണ്? സിഗ്മ. ഇതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ബാക്കി ഭാഗത്ത് ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ തൽക്കാലം ഇത്രയും പഠിക്കുക. ഓംസ് ലായുടെ വെക്റ്റർ രൂപം എന്ന് പറയുന്നത് J= ഏതാണ്? σE ആണ്. J=σE ആണ് ഓംസ് ലായുടെ എന്ത്? വെക്റ്റർ ഫോർമാറ്റ്. നോർമലി ഓംസ് ലാ പറയുന്നത് V=IR ആണ്. ഓംസ് ലാക്ക് വെക്റ്റർ ഫോം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ വെക്റ്റർ ഫോം ആണ് J=σE. J ഡിനോട്ട് ചെയ്യുന്നത് കറണ്ട് ഡെൻസിറ്റി ആണ്. E ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിലെയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു ടേം ആണ് സിഗ്മ. ആ സിഗ്മ എന്താണെന്നും അതുപോലെ റെസിസ്റ്റൻസ് എന്താണെന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ ക്ലാസ്സിലൂടെ കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കറണ്ടിനെ കുറിച്ചും കറണ്ട് ഡെൻസിറ്റിയെ കുറിച്ചും ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ കുറിച്ചും മൊബിലിറ്റിയെ കുറിച്ചും അതുപോലെ പ്രധാനപ്പെട്ട നിയമമായ ഓംസ് ലായെ കുറിച്ചുമാണ്. ഇനി ബാക്കി ഭാഗം ഓംസ് ലായിൽ വരുന്ന റെസിസ്റ്റൻസ് എന്താണ് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതുപോലെ എന്താണ് സിഗ്മ എന്ന് പറഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.